നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിത. ഇന്ന് നമുക്ക് ഡേ 4 ബിഗിനേഴ്സ് യോഗ ഫോർ പ്രഗ്നൻസി. അപ്പോൾ നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ടും റിലാക്സേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു സെഷനാണ്. അപ്പോൾ നമ്മൾ പ്രാണായാമ ചെയ്തതിന് ശേഷം ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് ഗർഭകാലത്ത് എന്തൊക്കെ പ്രാണായാമം ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രാണായാമം ചെയ്യാൻ വേണ്ടി റെഡിയാകുക. അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡർ, ചെസ്റ്റ്, അബ്ഡോമൻ ഈ 3 ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ദീർഘശ്വാസം എടുത്ത് നമ്മൾ ഷോൾഡർ ഉയർത്തുക, ശ്വാസം വിട്ട് താഴെ. ദീർഘശ്വാസം എടുത്ത് നമ്മൾ ഷോൾഡർ ഉയർത്തുക, ശ്വാസം വിട്ട് താഴെ. 10 തവണ ചെയ്യാം. 1, താഴെ, 2, താഴെ, 4, താഴെ, 5, 6, 7, 8, 9, 10. യെസ്. നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ്. അപ്പോൾ ചെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ വെക്കുക, ദീർഘശ്വാസം എടുക്കുക. അപ്പോൾ ചെസ്റ്റ് ഇങ്ങനെ വികസിക്കണം, കൈവിരലുകൾ അകന്നു പോകുന്നത് കാണാം. ശ്വാസം വിട്ട് നമ്മളെ നെഞ്ച് താഴ്ത്തുക. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. അടുത്തത് നമ്മൾ അബ്ഡോമിനൽ ബ്രീത്തിങ്. ഓക്കെ, ഇതും 10 തവണ ചെയ്യാം. 2 കൈ ചിന്മുദ്രയിൽ വെക്കുക. ശ്വാസം എടുത്ത് വയറ് പുറത്തേക്ക്, ശ്വാസം വിട്ട് വയറ് അകത്തേക്ക്. 10 തവണ ഒബ്സർവ് ചെയ്യാം. തവണ ചെയ്തതിന് ശേഷം സാവധാനം കണ്ണ് തുറക്കുക. ഇനി നമുക്ക് പ്രാണായാമം ചെയ്യാം. അപ്പോൾ പ്രാണായാമയിൽ ആദ്യം ചെയ്യേണ്ടത് നാഡിശുദ്ധി പ്രാണായാമ. വലത്തേക്ക് നാസികാഗ്രമുദ്ര, ഇടത്തേക്ക് ചിന്മുദ്ര. നമ്മൾ ആദ്യം വലത്തേ മൂക്ക് അടക്കുക, ഇടത്തേ മൂക്കിലേക്കൂടി ശ്വാസം എടുക്കുക, വലത്തേ മൂക്കിലേക്കൂടി ശ്വാസം വിടുക, വലത്തേ മൂക്കിലേക്കൂടി ശ്വാസം എടുക്കുക, ഇടത്തേ മൂക്കിലേക്കൂടി ശ്വാസം വിടുക. ഇതാണ് ഒരു റൗണ്ട്. നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഇടത്തേ മൂക്കിലേക്കൂടി ശ്വാസം എടുക്കുക, വലത്തേ മൂക്കിലേക്കൂടി ശ്വാസം വിടുക, വലത്തേ മൂക്കിലേക്കൂടി ശ്വാസം എടുക്കുക, ഇടത്തേ മൂക്കിലേക്കൂടി ശ്വാസം വിടുക, ഇടത്തേ മൂക്കിലേക്കൂടി ശ്വാസം എടുക്കുക, വലത്തേ മൂക്കിലേക്കൂടി ശ്വാസം വിടുക, ഇടത്തേ മൂക്കിലേക്കൂടി ശ്വാസം എടുക്കുക, വലത്തേ മൂക്കിലേക്കൂടി ശ്വാസം വിടുക. ഇങ്ങനെ ഇനിയൊരു 8 റൗണ്ട് ചെയ്യുക.
എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിളാണ്. നമ്മൾ ഇടത്തെ മൂക്കിലേക്കൂടി ശ്വാസം എടുക്കുന്നു, വലത്തെ മൂക്കിലേക്കൂടി ശ്വാസം വിടുന്നു, വലത്തെ മൂക്കിലേക്കൂടി ശ്വാസം എടുക്കുന്നു, ഇടത്തെ മൂക്കിലേക്കൂടി ശ്വാസം വിടുന്നു. ഇതാണ് ഒരു റൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നടുന്ന് നിവർന്നിരിക്കുക. നാഡിശുദ്ധി പ്രാണായാമ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഹ്മരി പ്രാണായാമ ചെയ്യാം. വലത്തെ കൈ ഇടത്തെ കൈയും ചൂണ്ടുവിരൽ നീട്ടി നമ്മൾ ചെവിയിലോട്ട് വെക്കുക. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഇങ്ങനൊരു ശബ്ദം വരണം. അത് നമുക്ക് 10 തവണ ചെയ്യാം. ഒരുമിച്ച് ചെയ്യാം. ആ വൈബ്രേഷൻസ് നമ്മളെ കാൽ വിരൽ തൊട്ട് തല മുടിയിലേക്ക് പടരുന്നതായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 5 തവണ ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഇത് തന്നെ. കാരണം കുറേ നേരം ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ കൈ വേദന ഉണ്ടാവും. അപ്പോൾ ഒന്ന് കൈ താഴ്ത്തി വീണ്ടും ചെയ്യാം. 5 തവണ ചെയ്യാം. കൈ രണ്ടും ചിന്മുദ്രയിൽ വെക്കുക. കാല് നീട്ടി റിലാക്സ് ചെയ്യുക. കാലുകൾ അകറ്റി കൈ പിറകിൽ വെച്ച് കണ്ണടച്ച് നമ്മുടെ ശരീരത്തിൽ പ്രാണായാമം ചെയ്തതിന് ശേഷമുള്ള മാറ്റം ശ്രദ്ധിക്കുക. നമ്മൾ സാവധാനം ശവാസനയിൽ കിടക്കുകയോ ഒരു ചെയറിലിരിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ വാൾ സപ്പോർട്ടോട് കൂടി ഇരിക്കുക. റിലാക്സ്. നമ്മൾ ഒരു സിമ്പിൾ റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ കാൽവിരലുകൾ ശ്രദ്ധിക്കുക, കാൽപാദം ശ്രദ്ധിക്കുക, കാൽമുട്ട് ശ്രദ്ധിക്കുക, തൊട ശ്രദ്ധിക്കുക.
നമ്മുടെ ശരീരത്തിൻ്റെ കീഴ്ഭാഗം മുഴുവനായിട്ടും ശ്രദ്ധിക്കുക. ദീർഘശ്വാസം എടുത്ത് നമ്മുടെ ശരീരഭാരം മുഴുവൻ ഭൂമിയിലേക്ക് കൊടുക്കുക. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയി കിടക്കുക. റിലാക്സ്. നമ്മളിനി 3 തവണ ആകാര ചൊല്ലുക. Inhale and chant. റിലാക്സ്. നമ്മുടെ ശരീരത്തിൻ്റെ കീഴ്ഭാഗം പൂർണ്ണമായി വിശ്രമിച്ചിരിക്കുന്നു. ഇനി നമ്മൾ മധ്യഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരിക. നമ്മൾ വയറ് ശ്രദ്ധിക്കുക, നെഞ്ച് ശ്രദ്ധിക്കുക, കൈവിരലുകൾ ശ്രദ്ധിക്കുക, കൈകൾ ശ്രദ്ധിക്കുക, ഷോൾഡർ ശ്രദ്ധിക്കുക. ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ. ഇനി നമ്മൾ 3 തവണ ഊകാര ചൊല്ലുക. ഓ. Inhale and chant. മൂന്ന് തവണ ഊക്കാര ചൊല്ലുക. നമ്മുടെ ശരീരത്തിൽ ഊക്കാരയുടെ വൈബ്രേഷൻസ് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കൈവിരലിലേക്ക് കൊണ്ടുവരിക ശ്രദ്ധ. കൈകളിലേക്ക്, കഴുത്തിലേക്ക്, മുഖത്തേക്ക്, പിരികം, മൂക്ക്, ചുണ്ട്, പല്ല്, നെറ്റിയൊന്നും ചുളിക്കാതെ നല്ല ഫ്രീ ആയിട്ട് മുഖം വെക്കുക. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക്. മൂന്ന് തവണ മാക്കാര ചൊല്ലുക. Inhale and chant. Inhale and chant. Feel the vibrations of Makara. നമ്മുടെ ശരീരത്തിൽ മാക്കാരയുടെ വൈബ്രേഷൻ ശ്രദ്ധിക്കുക. ബോഡി ഫുള്ളായിട്ട് റിലാക്സ് ആയിരിക്കുകയാണ്. റിലാക്സ്. സാവധാനം കൈവിരലുകൾ അനക്കുക, കാലുകൾ അനക്കുക. നിങ്ങളിപ്പോൾ ശവാസനയിൽ കിടന്നതാണെങ്കിൽ പതുക്കെ വലത്തോട്ട് ചെരിഞ്ഞെഴുന്നേറ്റിരിക്കുക. രണ്ട് കൈകളും തമ്മിൽ റബ്ബ് ചെയ്യുക. കൈ കപ്പ് പോലെ
കണ്ണിൻ്റെ മേലെ വെക്കുക. വീണ്ടും റബ്ബ് ചെയ്ത് നമ്മളെ കുഞ്ഞിന് എനർജി ട്രാൻസ്ഫർ ചെയ്യുക. വീണ്ടും കപ്പ് പോലെ കൈകൾ തമ്മിൽ വരച്ച് നമ്മുടെ കണ്ണിൻ്റെ മേലെ വെച്ച് സാവധാനം കൈകൾ നോക്കി കണ്ണ് തുറക്കുക. അപ്പോൾ ഇതൊരു ചെറിയ ഒരു റിലാക്സേഷൻ ടെക്നിക്കും ചെറിയ പ്രാണായാമയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ആങ്സൈറ്റിയോ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ആങ്സൈറ്റിയോ ഉറക്കമില്ലായ്മയൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയും എക്സസൈസൊക്കെ ചെയ്ത് ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമ റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്തിട്ട് ഉറങ്ങാവുന്നതാണ്. താങ്ക് യു.